രാജനീസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. അതിനുവേണ്ടി മഷ്റൂം എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത് 200 ഗ്രാമിൻ്റെ മഷ്റൂമിൻ്റെ ഒരു പാക്കറ്റാണ്. അതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഞാൻ എടുക്കുന്നത് തണ്ടോട് കൂടിയിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ പുറത്തെ തോല് മാത്രമേ കളയുള്ളൂ, തണ്ടില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഫസ്റ്റ് തണ്ടിൻ്റെ സൈഡ് ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് ഇവിടെ ഈ തോല് ഇങ്ങനെ കത്തി കൊണ്ട് ഇത് മെല്ലെ ക്ലീൻ ചെയ്തെടുക്കാം. കുറച്ച് ചൂടുള്ള വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു സ്പൂണ് ഉപ്പ് ഇടുന്നുണ്ട്. ക്ലീൻ ചെയ്ത മഷ്റൂം അതിലേക്ക് മാറ്റാം. കുറച്ച് നേരം അതിലിട്ട് വെച്ചാൽ നല്ലോണം ക്ലീനായിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ കഴുകിയിട്ടുള്ളൂ. 1-2 പ്രാവശ്യം കഴുകിയാൽ മാത്രമേ ഇതിൻ്റെ മീതുള്ള ഈ കൊഴുപ്പൊന്ന് പോയി കിട്ടുള്ളൂ. നന്നായി കഴുകിയെടുത്ത മഷ്റൂം 4 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. വളരെ ചെറിയതാക്കി കട്ട് ചെയ്യണ്ട, 4 കഷ്ണങ്ങളാക്കിയാൽ മതിയാവും. മഷ്റൂം കട്ട് ചെയ്തതിന് ശേഷം അധികം നേരം വയ്ക്കരുത്, അപ്പം തന്നെ ഉണ്ടാക്കണം. മഷ്റൂം മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: ചെറുതായി അരിഞ്ഞു വെച്ച 2 സവോള, 2 മുഴുവൻ മുളക്, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, 1 പിടി കൊത്തമല്ലി, 2 തണ്ട് കറിവേപ്പില, 200 ഗ്രാം മഷ്റൂം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് എണ്ണ. ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് കടായി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ മഷ്റൂം ഒന്ന് മൊരിച്ചെടുക്കാനുള്ള അത്ര എണ്ണ ഒഴിക്കണം. ഒരു 3 സ്പൂൺ എണ്ണ മതിയാവും. എണ്ണ ചൂടായിട്ടുണ്ട്. മഷ്റൂം ഇട്ട് കൊടുക്കണം. മുഴുവൻ വെള്ളം പോണ വരെ കുക്ക് ചെയ്യണം. പകുതി വേവായിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. മഷ്റൂം ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. പച്ചമുളക് നടുവൊന്ന് പൊട്ടിച്ചിട്ടിടാം. അപ്പം എടുത്ത് വെച്ച 2 ഉണക്കമുളക് ഇടാം. മുളക് ഏകദേശം ആയിട്ടുണ്ട്. സവോള ഇട്ട് കൊടുക്കാം. സവോള ഏകദേശം ആയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇടാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടാം, ജീരകപ്പൊടിയാണ്. തീ ഒന്ന് സിമ്മിൽ വയ്ക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇനി വേവിച്ച് വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ എടുത്ത് വെച്ചുള്ളത് കാശ്മീരി മുളകാണ്. എരിവ് കുറവാണ്. സാധാരണ മുളകാണെങ്കിൽ 1 സ്പൂൺ എടുക്കേണ്ട ആവശ്യമില്ല, 1/2 സ്പൂൺ എടുത്താൽ മതിയാവും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയില മേലെ ഇട്ട് കൊടുക്കാം. നമുക്ക് സെർവ് ചെയ്യാം. മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.